ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ശരിക്കും ആരാണ്? നിങ്ങളാണോ? തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികളാണ് ഇത് കാണേണ്ടത്. തേർഡ് പാർട്ടി ആണോ നിങ്ങളാണോ ശരിക്കുമുള്ളത്? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഷഫിൾ ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എനർജി ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു എനർജി കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ആരാണ്? ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള കാർഡ്, ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്കുള്ള കാർഡ്. ഓക്കെ, നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ആരാണ്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആരാണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിലുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ ആരാണ്? തേർഡ് പാർട്ടിയാണോ? ഈ വീഡിയോ കാണുന്ന വ്യക്തിയാണോ? ഏറ്റവും കറക്റ്റായിട്ടുള്ള റിസൾട്ട് നൽകണമേ, ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് നൽകണമേ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ ഈ വ്യക്തി ഉണ്ടോ? ഈ കാണുന്ന വ്യക്തി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ടോ? താങ്ക് യു യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. പേഴ്സൻ്റെ മനസ്സിൽ, ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്പ്, ദ സൺ, സ്ട്രെങ്ത്, ഏസ് ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, തേർഡ് പാർട്ടിക്ക് വന്നിരിക്കുന്ന കാർഡ് ദ സൺ, നയൻ ഓഫ് വാൻഡ്സ്, ദ ഹെയറോഫാന്റ്, ദ സ്ട്രെങ്ത്. തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരു കപ്പിൻ്റെ എനർജി ഇല്ല. വന്നിരിക്കുന്നത് ദ സൺ ആണ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ഹെയറോഫന്റ് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഒരു കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളടുത്താണ് ഇമോഷൻ. കപ്പ് ഈ ഒരു സമയത്ത് ഒരുപാട് സ്നേഹമൊന്നും ഇല്ല എങ്കിലും നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നും ഉണ്ട്. ഇപ്പം എന്തായാലും കവിഞ്ഞൊഴുകുന്ന സ്നേഹമൊന്നും നിങ്ങളോട് ഇല്ല എങ്കിലും ഈ രണ്ടുപേരെയും, തേർഡ് പാർട്ടിയെയും നിങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഒരു കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ കാർഡിലാണ്. ഓക്കെ, നിങ്ങളുടെ കാർഡിലാണ് സണ്ണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കാർഡിലാണ് ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ചെറിയ സ്നേഹം എന്തായാലും നിങ്ങളോട് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അതിനുള്ള സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സൺ എടുക്കുകയാണ്. ദ സ്ട്രെങ്ത് കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ദ സണ്ണ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒരു ന്യൂ ബിഗിനിങ് വന്നിരിക്കുന്നത്. കാരണം ദ പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ്, നമ്പർ 1 കാർഡ് സണ്ണാണ്. ആ ന്യൂ ബിഗിനിങ്, നിങ്ങളുമായിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ,
നിങ്ങളുടെ തേർഡ് പാർട്ടിയെ തീർച്ചയായിട്ടും അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവർക്ക് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുകയാണ്, ഇന്നത് ചെയ്യാൻ പാടില്ല. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ദൂരത്തേക്ക് മാറിയിരിക്കുകയാണ്. അവർക്കിപ്പം ഒന്നും ഒരു വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കുറിച്ചോ ഒന്നും ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷണമൊന്നുമില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവരെന്താണ് ചെയ്യുന്നത്, കാരണം അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നതല്ല. കാരണം ഇവിടെ ഹെറോഫൻ്റാണ് കൂടെ വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് എന്തെങ്കിലും പണി കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ, കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് കുറച്ച് നാൾ പോയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്, സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അതിനുള്ള സ്ട്രെങ്ത് നോക്കുന്നുണ്ട്. ഇവിടെയും സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളടുത്തോട്ട് വരുന്നതിനും സ്ട്രെങ്ത് വേണം. ഓക്കെ, രണ്ട് ഭാഗത്തും സ്ട്രെങ്ത് വേണം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് വേണം, അതിനുള്ള സ്ട്രെങ്ത് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടീനെ നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവരുടെ മാറ്റങ്ങൾ തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ, കാരണം നിങ്ങളടുത്തോട്ട് തിരിച്ച് വരാനുള്ള പ്ലാനിങ് തേർഡ് പാർട്ടി മനസ്സിലാക്കിയോ, തേർഡ് പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്താണ്, വല്ല കേസും വഴക്കും ചെയ്യാൻ തയ്യാറാണോ, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഭയമുണ്ട് തീർച്ചയായിട്ടും. ദ ഹെറോഫൻ്റ് വന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ മറ്റ് വ്യക്തികളുമായിട്ട് ആലോചിക്കുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ വല്ല കീ പോയിൻറ്റും ഉണ്ടോ എന്ന്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കാർഡിൽ നിന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള വ്യക്തി, റിയലായിട്ട് ഉള്ള വ്യക്തി ആരാണ്? തീർച്ചയായിട്ടും പറയാം, നിങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നും ഒരു ചെറിയ സ്നേഹം കപ്പ് പിടിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഒരുപാട് സ്നേഹമൊന്നും ഒഴുകുന്നില്ല, കാരണം ഏസ് ഓഫ് കപ്പിൻ്റെ സ്നേഹമൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ചെറിയ സ്നേഹമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. പതുക്കെയാണ് കുതിരയുടെ നടത്തയൊക്കെ. എങ്കിലും സാരമില്ല, അങ്ങ് പതുക്കെയെങ്കിലും നടന്നിങ്ങ് എത്തിയാൽ മതി. ഏസ് ഓഫ് പെൻഡിക്കിളാണ് നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടോ എന്ന് നോക്കാം. രണ്ട് കാർഡ് എടുക്കാം. തേർഡ് പാർട്ടിയുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ ആ പേഴ്സൺ ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ക്യൂൻ ഓഫ് പെൻഡിക്കിളാണ്. തേർഡ് പാർട്ടിയുടെ മനസ്സിൽ പെൻഡിക്കിളാണുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ മണിയാണുള്ളത്, ക്യാഷാണുള്ളത്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡാണ്. ആ പൈസ എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിലാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. സാരമില്ല, പൈസയല്ലേ, അത് പോട്ടെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് തിരിച്ച് കിട്ടിയാൽ മതി. ഓക്കെ, തേർഡ് പാർട്ടി എന്തായിരുന്നാലും പേഴ്സണുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നൈറ്റ് ഓഫ് സോഡാണ് നിങ്ങളുടെ പേഴ്സണെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തിരിച്ച്, കാരണം നിങ്ങളുടെ പേഴ്സൺ വഴിമാറി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേസ് ചെയ്ത് പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒളിച്ചും പാത്തും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി ഒളിച്ചും പാത്തും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു അനക്കം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇതുപോലെ പിറക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകും. അത്രയും സ്പീഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാരണം നിങ്ങളിലേക്ക് വരുന്ന കാര്യം പ്രകടമായിട്ട് പറഞ്ഞൊന്നും വരാൻ പറ്റത്തില്ല. കാരണം പമ്മി വരാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കപ്പും പിടിച്ച് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വരട്ടെ. തേർഡ് പാർട്ടി എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സണെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള നീഡ്സിനായിരിക്കും നിങ്ങളുടെ പേഴ്സണെ വെച്ചിരിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തില്ല. ഒരു കപ്പിൻ്റെ എനർജി എന്തായാലും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയോടും ഇല്ല, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടും ഇല്ല.
പെൻഡിക്കിളിൻ്റെ എനർജി മാത്രമാണ് ഉള്ളത്. പിന്നെ ഭയത്തിൻ്റെ എനർജിയും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ മനസ്സിൽ വ്യൂസിൻ്റെ പേഴ്സൻ്റെ സ്ഥാനം എന്തുമാത്രമാണുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുമാത്രമാണ് ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുമാത്രം സ്നേഹമാണുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. വാവ്, ഇവിടെ വന്നിരിക്കുന്ന നോക്കൂ, ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. എത്ര കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് നോക്കൂ. നിങ്ങൾ ഇത്രയും അധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലോകം പോലും, നിങ്ങളുടെ ഈ ഒരു ജീവിതം പോലും, ദ വേൾഡാണ് വന്നിരിക്കുന്നത്. ഈ ലോകം പോലും നിങ്ങളുടെ പേഴ്സണാണ്. നിങ്ങൾ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചിരുന്നാലും നിങ്ങളുടെ പേഴ്സണെ വിട്ട് മാറാനോ അല്ലെങ്കിൽ ആ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാനോ നിങ്ങൾ തയ്യാറല്ല. നിങ്ങളുടെ മനസ്സാണ് ഈ വന്നിരിക്കുന്നത്. ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ സ്ട്രഗിളാണോ നിങ്ങളുടെ ലൈഫിലുള്ളത് അതെല്ലാം നിങ്ങൾ തരണം ചെയ്തിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നാൽ മതി എന്നുള്ള കാര്യമാണ്. പൈസയൊക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടി എടുത്തോട്ടെ, സാരമില്ല. ഈ മനുഷ്യൻ ഓടി ഇങ്ങ് വന്നാൽ മതി, അല്ലെങ്കിൽ ഈ മനുഷ്യ സ്ത്രീ ഓടി ഇങ്ങ് വന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലും. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ. നിങ്ങളുടെ മനസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കപ്പ് വേണ്ട, കപ്പിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ലോകം പോലും, കപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി കുറഞ്ഞു പോകും, പക്ഷേ ഈ ലോകം പോലും നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ഇതാണ് എനർജി. ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ നീണ്ടു പോകുന്നതിനൊക്കെ ഒരുപാട് പരാതി, പക്ഷേ നീണ്ടു പോകുന്നത് ഒരുപാട് എനർജി ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ നോക്കുന്നത് കൊണ്ടാണ് നീണ്ടു പോകുന്നത്. ഓക്കെ, ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റ് ഇടുക. കാരണം എത്രത്തോളം ആൾക്കാരാണ് ലോങ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ല. ഷോർട്ട് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളാം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ അനക്കം തുടങ്ങിയിട്ടുണ്ട്, പതുക്കെ വരുന്നുണ്ട്. ഓടിക്കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല, കാരണം ഒച്ചയും വെച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇതുപോലെ പിറക്കെ വന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിക്കളയും. ഇതുപോലെ കൊണ്ടുവന്ന് ഇരുത്തിക്കളയും. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ വരട്ടെ, നിങ്ങൾ പോസിറ്റീവായിരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. നൈറ്റ് ഓഫ് കപ്പിൻ്റെ നമ്പർ 48 ആണ്. 48 ചിലപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഏജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജോ ആയിരിക്കാം. 12 നമ്പർ വന്നിട്ടുണ്ട്, 3 നമ്പർ വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 10 1 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 6 21 3 1 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 19 5 9 8. ഓക്കെ, വാട്ടർ സൈൻ വന്നിട്ടുണ്ട്, എയർ സൈൻ, ഫയർ സൈൻ, എയർ സൈൻ വന്നിട്ടില്ല. എയർ സൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, എർത്ത് സൈൻ എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ സോഡിയക് സൈനും വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ആരെങ്കിലും പേഴ്സണെക്കുറിച്ചുള്ള അറിവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോസ് അയച്ചു കൊടുക്കേണ്ടതാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു.